ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നടികർ നമ്മുടെ ടൊവിനോ ആണ് നടൻ. ടൊവിനോ മാത്രമല്ല, ബാലു വർഗീസ് ഉണ്ട്, നമുക്ക് അനൂപ് മേനോൻ ഉണ്ട്, പിന്നെ സുരേഷ് കൃഷ്ണ ഉണ്ട്, ദിവ്യ പിള്ള ഉണ്ട്, പിന്നെ സൗബിനിക്ക ഉണ്ട്, ഷൈൻ ടോം ചാക്ക ഉണ്ട്, ഇന്ദ്രൻ സേട്ടനുണ്ട്, ഭാവനയുണ്ട്. കുറേ നാൾക്ക് ശേഷം ഭാവനയെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കീപ്പ് ആക്ടിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ ആൽബിയാണ്. ഒരുമാതിരിപ്പെട്ട ലാൽ ജൂനിയറിൻ്റെ പടങ്ങളെല്ലാം എടുക്കുന്നത്. എഡിറ്റർ രതീഷ് രാജ്. യാക്സനാണ് നമ്മുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. യാക്സൻ ആൻഡ് നേഹ നായർ. യാക്സൻ നമ്മുടെ യോബിൻ്റെ പുസ്തകമൊക്കെ പുള്ളിയാണ് കേട്ടോ ചെയ്തത്. പുതിയ പയ്യനൊന്നും അല്ല. അപ്പം 140 മിനിറ്റാണ് സിനിമ, 40 കോടി രൂപ ബഡ്ജറ്റ്. എൻ്റെ അമ്മേ. സുവിൻ എസ് സോമശേഖരൻ ആണ് റൈറ്റർ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ലാൽ ജൂനിയറിൻ്റെ ഡയറക്ഷൻ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമ ഇപ്പം എനിക്കൊക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കണക്റ്റ് ആവും. ബിക്കോസ് നമ്മൾ പണ്ടൊക്കെ ഞാൻ വളരെ ഹാർഡ് കോറായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു നടന്നൊരുത്തനാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ഷനിലോട്ട് കയറുന്നത്. അങ്ങനെ ഞാൻ അഭിനയത്തിലോട്ട് കയറി വേറെ ലെവലാവുന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനെയെങ്കിലായി. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, സോ അപ്പം അങ്ങനെ നടക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരും അഭിനയിക്കുന്ന ആൾക്കാരും ഒക്കെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ സിനിമ ഇതിനെ ഒരു സിനിമയാക്കാനൊന്നുമില്ല. ഓൾറെഡി ഉദയനാണ് താരം എന്ന് പറഞ്ഞൊരു സിനിമ, ഗംഭീര സിനിമ ഓൾറെഡി വന്നിട്ടുണ്ട് ഇതേ പ്ലോട്ടിൽ തന്നെ. അതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞേ, ഒരു നടൻ അവൻ്റെ കോൺഫിഡൻറ്റില്ലായ്മ, അവിടെ സൗബിൻ വരുന്നു അഭിനയം പഠിപ്പിക്കാനായിട്ട്. ഹീസ് എ മെത്തേഡ് ആക്ടർ. ഹീസ് സ്റ്റഡീഡ് ഫ്രം നമ്മുടെ റഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, ലോകത്തിലെ ബെസ്റ്റ് ആക്ടിങ് സ്കൂളാണ്. എന്നൊക്കെ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി പുള്ളിയെ പഠിപ്പിക്കാൻ പറഞ്ഞതും അതിൻ്റെയൊക്കെ കുറച്ച് ക്ലാഷസും ബഹളമൊക്കെയാണ്. ക്ലൈമാക്സ് പറയാതിരിക്കാൻ വയ്യ, ഷോക്ക് വരുന്ന ആ ആക്ട്. നിങ്ങൾ വിചാരിച്ച് നമ്മളൊക്കെ കരയുമെന്നാണെങ്കിൽ ഞാൻ കരഞ്ഞില്ല. ഐ ആം വെരി സോറി ടു സേ, ബട്ട് നൈസ് ട്രൈ, ഗുഡ് ട്രൈ. ബട്ട് ഓവറോൾ ഞാൻ പറയും, ഇത് അങ്ങനെ ഒരു വളരെ നീഷായിട്ടുള്ള ആൾക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് സിനിമയെ പ്രേമിക്കുന്ന, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ആക്ടറായ. ബിക്കോസ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈഗോ, നമ്മൾ ഫെയിം ആകുമ്പോൾ മറ്റേ ഞാൻ എപ്പോഴും പറയുന്ന സാധനം തന്നെ, ഞാൻ തന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വന്ന വഴി മറക്കരുതെന്ന്. വാട്ട് എവർ ഹാപ്പൻസ് അതാണ്. പിന്നെ ആക്ടിങ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ മറ്റേ ഈ ഒരു പൊങ്ങച്ചവും അതൊക്കെ വിട്ട്, അതാണ് ഒരു ആക്ടർ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ സിനിമയിൽ ഒരുപാടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കണക്റ്റ് ആവണം, മനുഷ്യരുമായിട്ട് കണക്റ്റ് ആവണം, പല ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവണം, അവരെ ഒബ്സർവ് ചെയ്യണം, അവരെ പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു സാധനം ചെയ്യേണ്ടത്. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇതൊരു ഗംഭീര മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ നിങ്ങളിഷ്ടമാണ്. ടൊവിനോയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ട്, ഭാവനയാണെങ്കിലും സൗബിനിക്കയാണെങ്കിലും സുരേഷ് കൃഷ്ണയാണെങ്കിലും ബാലുചേട്ടനാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരുടേതായ രീതിയിൽ. പിന്നെ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ലൈക്ക് ഐ സെഡ്, ഒരു ഇമ്പാക്റ്റ് ഇല്ല. നമ്മൾ ആ ടൊവിനോയുടെ ക്യാരക്ടറുമായിട്ട് അങ്ങോട്ട് ഫീൽ ആവുന്നില്ല. ഈവൻ ദോ ഞാൻ അങ്ങനെയൊക്കെ, പക്ഷെ നമ്മൾ ചിലപ്പോൾ ആക്ടർ അല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അഭിനയം പഠിക്കുന്നവർ ഇതിങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെയൊക്കെ വേണം ചെയ്യേണ്ട. അല്ലാതെ വെറുതെ ഞാൻ മറ്റേ കിടിലുമായി, ഇനി ഞാൻ പറയുന്നത് ഇവരൊക്കെ അങ്ങനെയൊന്നും അല്ലടേ. ഡയറക്ടർമാർ എടുത്തിട്ട് കൊടുക്കും. അപ്പം ഇൻ സിനിമ ഡയറക്ടർ ഈസ് ദ കിങ്. പുള്ളി പറയുന്ന അനുസരിച്ച് ആ പുള്ളിയുടെ വിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് ഒരു നടൻ. പുള്ളിക്ക് പുള്ളിയുടേതായുള്ള ഇംപ്രവൈസേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ദാറ്റ് ഇസ് ദെയർ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ഹിസ് മൂവി. ആ വ്യക്തി എന്താണ് കഥയായി പറയാൻ ശ്രമിക്കുന്നത്, ആ പുള്ളിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അത് എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത്രയും നല്ലത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പുള്ളി പറയുന്നത് പോലെ ചെയ്യുക, പുള്ളി പറയുന്ന പോലെ കഥാപാത്രത്തെ ഏറ്റെടുക്കുക. അതാണ് ഒരു അഭിനേതാവെന്ന് പറയുന്നത്. സോ ദിസ് മൂവി. പിന്നെ ഈ സിനിമയുടെ ടീസർ വേറെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു സാധനമാണ് തന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയില്ല, എനിക്ക് ഒരു കണ്ടിരിക്കാന്നല്ലാതൊരു ചുമ്മാ ഒരു പടം കണ്ടോണ്ടിരിക്കുക. അങ്ങനെയാ ഇത്തിരി വിനയൊക്കെ കാണാം. പിന്നെ ഇവിടെ UAE-ലായതുകൊണ്ട് ശ്വാസകോശവും കാണിച്ചില്ല, ടൊവിനോയുടെ കുണ്ടിയും കാണിച്ചില്ലെന്നാണ് എനിക്ക് പറയാം. എന്തിനാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു പടം ഒരു പടം. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വന്ന് താഴെ പറയുക. കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷേ ഐ വുഡൻറ്റ് സേ ഒരു പടം